പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ബോട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? വളരെ വലിയ ബോട്ടാണിത്. ഇത് ചെറിയ ബോട്ടല്ല, ഇത് വലിയ ബോട്ടാണ്. ഇതിനേക്കാൾ വലിയ ബോട്ടുകളും ഇവിടെയുണ്ട്. ഇത് മുക്കുവന്മാര് മീൻ പിടിക്കാനായി ഉപയോഗിക്കുന്ന വലിയൊരു ബോട്ടാണ്. ഇതിന്റെ അകത്താണ് ഇവര് പിടിക്കുന്ന മീനുകളെയെല്ലാം ഇട്ടുവെക്കാറ്. ഇതിൽ ഐസുണ്ടാകും. മീനുകളെല്ലാം പിടിച്ച് ഇതിന്റെ ഉള്ളിലേക്കിടും. ഈ ബോട്ടില് വളരെയധികം സ്ഥലമുണ്ട്. പക്ഷേ ബോട്ട് കടലിലേക്ക് ഒരു പ്രാവശ്യം പോകാൻ ഡീസലും മറ്റു ചെലവുകളും കൂടാതെ, അതായത് 1,00,000 രൂപയാവും എന്ന് പറയുന്നു. അത്രയും ചെലവ് ചെയ്താണ് ഇവര് മീൻ പിടിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായി മീൻ പിടിച്ച് ബിസിനസ് ചെയ്താലേ ഇവർക്ക് ലാഭമുണ്ടാകൂ. ഈ ബോട്ടിൽ 10-12 പേര് പോകും. 8 പേർക്ക് പോകാവുന്ന ബോട്ടുമുണ്ട്. വരുന്ന ലാഭത്തെ അവര് ഷെയർ ചെയ്യും. ഇവരതികഠിനമായി അധ്വാനിക്കുന്ന തൊഴിലാളികളാണ്. അതുമാത്രമല്ല, വേറെയും ബോട്ടുകൾ കണ്ടോ? ഇപ്പോൾ മീൻ പിടിക്കാൻ നിരോധിച്ചിരിക്കുന്ന സമയമാണ്. 40 ദിവസം ആരും മീൻ പിടിക്കാനായി കടലിലേക്ക് പോകാൻ പാടില്ല. മീനുകൾ പെരുകണം. അതുവരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് അവധിയാണ്. എല്ലാ ദിവസവും മീൻ പിടിക്കാൻ കടലിലേക്ക് പോകും. ഈ 40 ദിവസം ഇവർക്ക് അവധിക്കാലമാണ്. അവധിക്കാലത്ത് കിടന്നുറങ്ങി ഉല്ലസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ബോട്ടിലും പണികൾ നടക്കും. കേടുപാടുകൾ ശരിയാക്കും. ഹാർഡ് വർക്ക് ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്യുന്നു. ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്നു. വലകൾ ശരിയാക്കുന്നു. പെയിന്റ് അടിക്കുന്നു. അങ്ങനെ പല പണികളും ചെയ്യും. ഇവിടെ തന്നെയുണ്ടാകും. കഠിനമായി അധ്വാനിക്കുന്നു. ഇവര് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരായി കഠിനാധ്വാനികളായ ഈ മീൻപിടുത്തക്കാരെ തിരഞ്ഞെടുത്തത്. മടിയന്മാരെ ദൈവം തിരഞ്ഞെടുക്കുകയില്ല, അല്ലേ? അതുകൊണ്ട് നിങ്ങളും കഠിനാധ്വാനികളായിരിക്കണം കേട്ടോ. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്നറിയണ്ടേ? ലൂക്കോസ് 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു പറയുന്നു, എന്റെ മക്കളെ, ശത്രു നിങ്ങൾക്കെതിരായി വരും, പോരാടും, പല ക്രിയകൾ ചെയ്യും. പക്ഷേ അവയൊന്നും നിങ്ങൾക്ക് ദോഷമുണ്ടാക്കില്ല. യേശു വാക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. മന്ത്രവാദം ചെയ്യും, കൂടോത്രം ചെയ്യും, തിന്മകൾ ചെയ്യും. നമുക്കെതിരായി ദുഷ്ടന്മാര് പ്രവർത്തിക്കും, അധികാരികൾ വരും, വിരട്ടും, ഭീഷണിപ്പെടുത്തും, എല്ലാം തീർന്നു എന്ന് പറയത്തക്ക വിധത്തിലാക്കും. പക്ഷേ ഒന്നും നിങ്ങൾക്ക് ദോഷമുണ്ടാക്കില്ല. ദോഷമുണ്ടാവില്ല എന്ന് യേശു വാക്ക് തരുന്നു. പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ ഒരു ദോഷവും സംഭവിക്കില്ല. ഭയപ്പെടുന്ന വാർത്തകൾ കേട്ടു എന്ന് വരും, അത്രയേയുള്ളൂ. ഇന്ന് നിങ്ങൾ കാണും, ഒരു ദോഷവും ഉണ്ടാവാതെ ദൈവം കാത്തു സൂക്ഷിക്കും. ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ബ്രദർ പറഞ്ഞു, അയാൾ യാത്ര ചെയ്യുമ്പോൾ കാറൊരു അപകടത്തിൽ കുടുങ്ങിയെന്ന്. അതായത് പപ്പടം പോലെ ചതഞ്ഞു എന്ന് പറഞ്ഞു. ആ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആരും ജീവനോടെ ഉണ്ടാവില്ല എന്ന് തോന്നി. അത്രയ്ക്കും ആ കാറ് ചതഞ്ഞ് പപ്പടം പോലെ നുറുങ്ങിപ്പോയിരുന്നു. അയാൾ പറഞ്ഞു, ഇനി ആ കാർ ഉപയോഗിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് മോശമായി എന്ന്. പക്ഷേ അകത്തുണ്ടായിരുന്ന ഞങ്ങൾ 4 പേർക്കും ഒരു പരിക്ക് പോലും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. ഒരു മുറിവ് പോലുമില്ല, രക്തമൊഴുകിയില്ല, എല്ല് പൊട്ടിയില്ല. അതെങ്ങനെ? അതാണ് അത്ഭുതം. ഇത്രയും വലിയ അപകടമുണ്ടായി, കാറ് പപ്പടം പോലെ നുറുങ്ങി, പക്ഷെ ആർക്കും ഒരു ഛേദവും ഉണ്ടായില്ല. അതാണ് ദൈവം തരുന്ന സംരക്ഷണം. നിങ്ങൾക്കെതിരായി പോരാട്ടം, ഉപദ്രവം, ഞെരുക്കം, കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാവും. അവയ്ക്കൊന്നും നിങ്ങളെ നശിപ്പിക്കാനാവില്ല. ഭയപ്പെടേണ്ട. ദൈവത്തെ നോക്കി പറയൂ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, ഒന്നും എനിക്ക് ദോഷമുണ്ടാക്കുകയില്ല എന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മന്ത്രവാദത്തിനും കൂടോത്രത്തിനും പിശാചിന്റെ ക്രിയകൾക്കും മനുഷ്യരുടെ തന്ത്രങ്ങൾക്കും ഒന്നും എനിക്ക് ദോഷമുണ്ടാക്കാനാവില്ല. കാരണം അങ്ങെന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് തന്നെ നിങ്ങളൊരു അത്ഭുതത്തെ കാണുന്നതായിരിക്കും. പറയുമോ? വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങ് വാക്ക് തന്നിരിക്കുന്നു, ഒന്നും നിനക്ക് ദോഷമുണ്ടാക്കുകയില്ല എന്ന്. കാരണം അങ്ങെന്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനും ഒരു പിശാചിന്റെ ക്രിയയ്ക്കും ഒരു കൂടോത്രത്തിനും ഒരു ദുഷ്ടമനുഷ്യർക്കും അധികാരങ്ങൾക്കുമൊന്നും നിനക്ക് ദോഷമുണ്ടാക്കുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങെന്നെ നടത്തും. അതിനായി അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ